ദൃശ്യം എന്ന് പറയുന്ന സിനിമ 200 കോടിയായിരിക്കുന്നു. ഭയങ്കര നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകർ ഭയങ്കര സന്തോഷത്തിലാണ്. മാധ്യമങ്ങൾ അതിനെ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നു. ഇതിനെ മുഴുവനിലേക്കും കൗതുകത്തോടെ അല്ലാതെ നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് മോഹൻലാലായിരിക്കും. മോഹൻലാൽ അതിനെക്കുറിച്ച് ബോധേഡല്ല, സീരിയസ്ലി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വിഷു ദിനത്തിലൊരു ഇൻ്റർവ്യൂവിൽ ടെലിവിഷനിൽ ടെലിയിൽ പറയുന്നുണ്ടല്ലോ, അടുത്ത വരാൻ പോകുന്ന പടത്തെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താണ് മോനെ, പടം നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ ആ പടത്തിൻ്റെ അവസ്ഥ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ പൊളിഞ്ഞു പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം അറബിക്കടലിൻ്റെ സിംഹം, മരക്കാർ, അതൊന്നും ഭയങ്കരമായ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പെൻഡ് ചെയ്ത പടമാണ്. പക്ഷെ ആ നിലക്കുള്ള റിസൾട്ട് പക്ഷെ ആ പൊളിഞ്ഞു ഒന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല എന്നതുപോലെ തന്നെ ദൃശ്യത്തിൽ 200 കോടി ഉണ്ടാക്കുന്നതും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഞാനൊരു നടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, നിങ്ങൾ വരൂ, എന്നെ ഉപയോഗിച്ചോളൂ, ഉപയോഗിച്ചിട്ട് പോയിക്കോളൂ, നിങ്ങൾ ആ പ്രോഡക്റ്റ് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്നുള്ള മട്ടില്ല അദ്ദേഹം എപ്പോഴും എന്നെ സമീപിക്കുന്നത്. ഒരു നിലയ്ക്കുള്ള ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. ഒരു ബാഗേജും ഇല്ലാതെ സഞ്ചരിക്കുക, അതായത് എനിക്കൊരു ഭാരവും ഇല്ലാന്ന്. മലയാളികൾക്ക് അദ്ദേഹത്തോടുള്ളത് പല താരങ്ങളോടുള്ളത് പോലുള്ള ഒരു സ്നേഹമാണ്, അടുപ്പമാണ്. ലാലേട്ടൻ എന്ന ആൾക്കാർ വിളിക്കുന്നത് ആ അടുപ്പം കൊണ്ടാണ്.